ഇപ്പോൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് പലരും ക്രെഡിറ്റ് കാർഡ് ബില്ല് ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് പേയ്മെന്റ് ചെയ്യും, ഇല്ലെങ്കിൽ മിനിമം എമൗണ്ട് അടക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ കസ്റ്റം എമൗണ്ട് അടച്ച് ബില്ല് പേ ചെയ്യും. എന്നാൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡിൽ നമ്മൾ ഓട്ടോ ഡെബിറ്റ് ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ഡ്യൂ ഡേറ്റ് എത്തുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ആ ഒരു ബിൽ എമൗണ്ട് ഡെബിറ്റ് ചെയ്യുകയും ചെയ്യും. സോ നമ്മൾ ഓൾറെഡി മാനുവലി പേയ്മെന്റ് ചെയ്തു, അതിനോടൊപ്പം തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ബിൽ എമൗണ്ട് ഡെബിറ്റ് ആകുകയും ചെയ്യും. സോ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് എന്ന് പറയുന്നത് നമുക്ക് അനുവദിച്ച് കിട്ടിയ ലിമിറ്റിനേക്കാൾ എക്സസ് ആയിട്ട് എമൗണ്ട് കാണിക്കും, അതായത് അവൈലബിൾ ലിമിറ്റ് കൂടുതലായിട്ട് കാണിക്കും. കാരണം നമ്മൾ അധികമായിട്ട് പേ ചെയ്ത എമൗണ്ട് കൂടി അവൈലബിൾ ലിമിറ്റിലേക്ക് കാണിക്കും. സോ ഇങ്ങനെ നമ്മൾ എക്സസ് ആയിട്ട് എമൗണ്ട് പേ ചെയ്ത് കഴിഞ്ഞാൽ അധികമായിട്ട് നമ്മൾ പേ ചെയ്ത എമൗണ്ട് നമുക്ക് തിരികെ ലഭിക്കുമോ, എന്താണ് ചെയ്യേണ്ടതെന്ന് പലർക്കും അറിയാൻ താല്പര്യമുണ്ടാകും. പലരും അത് ചോദിച്ചുകൊണ്ട് നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. ആക്ച്വലി ഒരു ഓട്ടോ ഡെബിറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നല്ലൊരു ഫീച്ചറാണ്. കാരണം നമ്മൾ ബിൽ പേയ്മെന്റ് ചെയ്യാനായിട്ട് മറന്നു പോയി കഴിഞ്ഞാൽ ഡ്യൂ ഡേറ്റിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം പോയിക്കോളും. സോ ഡ്യൂ ആകുന്നത് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. എന്നാൽ പല കാർഡ് ഇഷ്യൂവേഴ്സും നമ്മൾ മാനുവലി പേയ്മെന്റ് ചെയ്താലും നമ്മുടെ ഓട്ടോ ഡെബിറ്റ് ഓപ്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ വഴിയും അവർ ആ ഒരു എമൗണ്ട് ഡെബിറ്റ് ചെയ്യും. അതാണ് നമ്മൾ നേരിടുന്ന പ്രശ്നം എന്ന് പറയുന്നത്. ഇപ്പോൾ HDFC ഒക്കെ ആണെങ്കിൽ അവരങ്ങനെ ചെയ്യില്ല. HDFC ബാങ്കിലൊക്കെ നമ്മൾ മാനുവലി വേറെ ഏതെങ്കിലും തേർഡ് പാർട്ടി ആപ്പ് ഉപയോഗിച്ച് പേയ്മെന്റ് ചെയ്താലും ഓട്ടോ ഡെബിറ്റ് ഓപ്ഷൻ നമ്മൾ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു അലർട്ട് മാത്രമായിരിക്കും കിട്ടുന്നത്. നമ്മൾ പേയ്മെന്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഡേറ്റിൽ ഓട്ടോ ഡെബിറ്റ് ഓപ്ഷൻ വഴി പണം എടുക്കുമെന്ന് പറഞ്ഞ ഒരു അലർട്ട് വരും. പക്ഷേ നമ്മൾ പേയ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു എമൗണ്ട് അവർ ഡെബിറ്റ് ചെയ്യുകയില്ല. പക്ഷേ SBI കാർഡൊക്കെ ആണെങ്കിൽ ഇങ്ങനെ നമ്മൾ മാനുവലി പേ ചെയ്താലും പലപ്പോഴും ഓട്ടോ ഡെബിറ്റ് ഓപ്ഷൻ വഴി അവർ പേയ്മെന്റ് എടുക്കാറുണ്ട്. പക്ഷേ SBI കാർഡ്സിൽ നമുക്ക് മൊബൈൽ ആപ്പിൽ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്, എക്സസ് ആയിട്ട് എമൗണ്ട് പേ ചെയ്ത് കഴിഞ്ഞാൽ അധികമായിട്ട് പേ ചെയ്ത എമൗണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാനായിട്ട്. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇതിനെ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ അവൈലബിൾ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് എന്ന് പറയുന്നത് 90,185 രൂപ കാണാം. പക്ഷേ എൻ്റെ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് 90,000 രൂപയാണ്. സോ എക്സസ് ആയിട്ട് 185 രൂപ അധികമായിട്ട് ഇതിനകത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഒരു കാർഡ് ഇൻഫർമേഷനിൽ ലിമിറ്റ് യൂട്ടിലൈസ്ഡ് എന്ന് പറയുന്ന സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ -185 എന്ന് കാണാനായിട്ട് സാധിക്കും. അതായത് 185 രൂപ ഇപ്പോൾ അധികമായിട്ട് നമ്മുടെ കാർഡിൽ ഉണ്ട്. അപ്പോൾ SBI കാർഡ്സിൽ നമുക്ക് ആ ഒരു അധികമായിട്ട് വരുന്ന എമൗണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നമുക്ക് വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ ഈ ഒരു ആപ്പിൽ തന്നെ വരുന്നുണ്ട്. അതിനായിട്ട് SBI കാർഡ്സ് ആപ്പിൽ നമുക്ക് സർവീസസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു സെക്ഷനിൽ നമുക്ക് ക്രെഡിറ്റ് കാർഡ് ബാലൻസ് റീഫണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വരും. ഇതിനകത്ത് നമുക്ക് ക്രെഡിറ്റ് ബാലൻസ് റീഫണ്ട്, അതിനകത്ത് ഇപ്പോൾ എലിജിബിൾ ക്രെഡിറ്റ് കാർഡ് ബാലൻസ് റീഫണ്ട് 185 റുപ്പീസ് എന്ന് കാണാനായിട്ട് സാധിക്കും. എമൗണ്ട് എൻ്റർ ചെയ്യുക, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക. അപ്പോൾ പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ദെൻ വരുന്ന വിൻഡോയിൽ ആദ്യം നമ്മൾ എമൗണ്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ എനിക്ക് എക്സസ് ആയിട്ടുള്ള 185 രൂപയാണ്. അപ്പോൾ ഞാൻ ആ ഒരു എമൗണ്ട് എൻ്റർ ചെയ്തു. അതിന് സെലക്ട് റീസൺ. ഇപ്പോൾ എൻ്റെ കേസിൽ എനിക്കിപ്പോൾ ഇതിൻ്റെ അകത്ത് മറ്റേ ക്രെഡിറ്റ് കാർഡിൻ്റെ ക്യാഷ് ബാക്ക് ഉണ്ടല്ലോ. അപ്പോൾ ക്യാഷ് ബാക്ക് വന്നപ്പോൾ അധികമായിട്ട് വന്ന എമൗണ്ട് ആണ്. ഇപ്പോൾ ഞാനത് മർച്ചൻ്റ് റീഫണ്ട് എന്നൊരു ഓപ്ഷൻ കൊടുത്തു. ജസ്റ്റ് ഒരു എഗ്രി ബട്ടൺ ടിക്ക് ചെയ്യുക, കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഒരു ബാലൻസ് വരേണ്ട ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ചോദിക്കും. നെയിം ഓട്ടോമാറ്റിക്കായിട്ട് വരും. ബാങ്ക് അക്കൗണ്ട് നമ്പർ എൻ്റർ ചെയ്യുക, റീ എൻ്റർ ചെയ്യുക, IFSC കോഡ് എൻ്റർ ചെയ്യുക. ഇതിന് താഴെയായിട്ട് നമുക്ക് ഒരു എഗ്രി ബട്ടൺ കാണാം, അത് ജസ്റ്റ് ടിക്ക് ചെയ്യുക, കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്കും അതുപോലെ തന്നെ ഇമെയിൽ ഐഡിയിലേക്കും ഒരു OTP വരും. OTP കൂടി സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു റെസിപ്റ്റ് ലഭിക്കും, എമൗണ്ട്, അതുപോലെ തന്നെ സർവീസ് റിക്വസ്റ്റ് നമ്പർ, പ്രോസസ്സ് ചെയ്ത ഡേറ്റ്, അങ്ങനൊരു ഇൻഫർമേഷൻ അടങ്ങിയ ഒരു പേജിലേക്ക് വരും. ഇത് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് സൂക്ഷിക്കുക. ഇല്ലെങ്കിൽ നമുക്ക് ആപ്പിൽ തന്നെ ഈ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. നമുക്കിത് ട്രാക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ലഭ്യമാണ്. ഈ ഒരു പ്രശ്നം ഇപ്പോൾ നിലവിൽ കോമൺ ആയിട്ട് കൂടുതലായിട്ടും കണ്ടുവരുന്നത് ഫെഡറൽ ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡിലാണ്. അതിന്റെ റീസൺ ഫെഡറൽ ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് എടുത്ത മിക്ക ആളുകളും ക്രെഡിറ്റ് കാർഡ് എടുത്ത സമയത്ത് ഓട്ടോ ഡെബിറ്റ് ഓപ്ഷൻ എനേബിൾ ചെയ്താണ് കൊടുത്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഓട്ടോ ഡെബിറ്റ് ഓപ്ഷൻ വേണ്ടാന്നുണ്ടെങ്കിൽ കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്ത് ഒരു ഓട്ടോ ഡെബിറ്റ് ഓപ്ഷൻ വേണ്ടാന്ന് പറയുക. ഇനി ആപ്പിൽ അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. കാരണം ഫെഡറൽ ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് ഞാൻ ഉപയോഗിക്കുന്നില്ല. ആപ്പിൽ അങ്ങനെ ഓട്ടോ ഡെബിറ്റ് ഓപ്ഷൻ ഡിസേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. സോ അങ്ങനെ ചെയ്യാം. ഇനി ഫെഡറൽ ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് യൂസേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റു ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് യൂസേഴ്സ് ആയിക്കോട്ടെ, ഈ പറഞ്ഞ രീതിയിൽ അധികമായിട്ട് എമൗണ്ട് ക്രെഡിറ്റ് കാർഡിലേക്ക് പേയ്മെന്റ് ചെയ്ത് പോയാൽ എന്താണ് ചെയ്യാനായിട്ട് സാധിക്കുക എന്ന് നോക്കാം. ഒന്നാമതായിട്ട് നമ്മളിങ്ങനെ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് നോക്കിക്കഴിഞ്ഞാൽ അവൈലബിൾ ലിമിറ്റ് നമ്മുടെ യഥാർത്ഥ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സോ അങ്ങനെ കാണിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് എന്ന് പറയുന്നത് 20,000 രൂപയാണ്. നിങ്ങളുടെ ലാസ്റ്റ് ബില്ല് എമൗണ്ട് 10,000 രൂപയാണ്. ആ 10,000 രൂപയുടെ ബില്ല് നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു ആപ്പ് ഉപയോഗിച്ച് നിങ്ങൾ പേയ്മെന്റ് ചെയ്തു. എന്നാൽ ഓട്ടോ ഡെബിറ്റ് ഓപ്ഷൻ നമ്മൾ എനേബിൾ ചെയ്തത് കൊണ്ട് തന്നെ ബാങ്ക് വീണ്ടും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം എടുത്തു. സോ മൊത്തം നിങ്ങൾ 10,000 രൂപയുടെ ബില്ലിന്റെ സ്ഥാനത്ത് 20,000 രൂപ പേ ചെയ്തു. സോ അധികമായിട്ട് 10,000 രൂപ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റിലേക്ക് വന്നു. സോ അതിൻ്റെ ലിമിറ്റ് നോക്കുന്ന സമയത്ത് അവൈലബിൾ ലിമിറ്റ് 30,000 രൂപയായിരിക്കും. ഇങ്ങനെയാണ് നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കുക. ഇതിൽ 20,000 രൂപ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിന്റെ ലിമിറ്റും 10,000 രൂപ നിങ്ങൾ
നിങ്ങളുടെ പണം നിങ്ങൾ അധികമായിട്ട് പേ ചെയ്തതുമാണ്. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യാനായിട്ട് സാധിക്കുക? ഒന്നാമതായിട്ട് നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ബിൽ പേയ്മെൻറ്റുകൾ ചെയ്യാം, അല്ലെങ്കിൽ ഷോപ്പിംഗ് ചെയ്യാം, അല്ലെങ്കിൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാം. അങ്ങനെയുള്ള നോർമൽ ഷോപ്പിങ്ങിന് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ചെയ്യാം. നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്യുമ്പോൾ ആദ്യം സ്പെൻഡ് ആകുന്നത് നിങ്ങൾ എക്സസ് ആയിട്ട് അധികമായിട്ട് അടച്ച ആ ഒരു എമൗണ്ടിൽ നിന്നായിരിക്കും ആദ്യം അഡ്ജസ്റ്റ് ആകുന്നത്. അതിനുശേഷം മാത്രമായിരിക്കും ക്രെഡിറ്റ് കാർഡ് ലിമിറ്റിൽ നിന്നും സ്പെൻഡ് ചെയ്യാനായിട്ട് തുടങ്ങുക. സോ എക്സാമ്പിൾ പറഞ്ഞ കേസിൽ 10,000 രൂപയായിരുന്നു അധികമായിട്ട് പേ ചെയ്തത്. നിങ്ങൾ 10,000 രൂപ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ബില്ല് വരുന്ന സമയത്ത് നിങ്ങളുടെ ബില്ല് എമൗണ്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കും. കാരണം അവിടെ സ്പെൻഡ് ആയിരിക്കുന്നത് നിങ്ങൾ അധികമായിട്ട് പേ ചെയ്ത എമൗണ്ട് ആയിരിക്കും. സോ ഈ രീതിയിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ നടത്തി നിങ്ങൾ അധികമായിട്ട് പേ ചെയ്ത എമൗണ്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പിന്നെ ചെയ്യാനായിട്ട് സാധിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അധികമായിട്ട് നമ്മൾ പേ ചെയ്ത എമൗണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അവർ റീഫണ്ട് ചെയ്ത് നൽകും. ഇപ്പോൾ ഫെഡറൽ ബാങ്ക് ആണെങ്കിൽ ഫെഡറൽ ബാങ്കിൻ്റെ കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ കാർഡ് ഇഷ്യൂർ ഏതാണോ ആ ഒരു കാർഡ് ഇഷ്യൂറിനെ കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിക്കും. അതിനുശേഷം നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ആ ഒരു അധികമായിട്ട് പേ ചെയ്ത എമൗണ്ട് നമുക്ക് റീഫണ്ട് ചെയ്ത് നൽകും. ഇനിയിപ്പോൾ ഫെഡറൽ ബാങ്കിൻ്റെ ആപ്പിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ SBI കാർഡ്സിൻ്റെ ആപ്പിൽ ഞാൻ ആദ്യം കാണിച്ച രീതിയിൽ അങ്ങനെ അധികമായിട്ട് നമ്മൾ പേ ചെയ്ത എമൗണ്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് എടുക്കാനുള്ള ഒരു ഓപ്ഷനുണ്ട്. നോർമലി നമ്മൾ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 to 3 വർക്ക് ഡേയ്സിനുള്ളിൽ തന്നെ അധികമായിട്ട് പേ ചെയ്ത എമൗണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അവർ ക്രെഡിറ്റ് ചെയ്ത് നൽകും. ചില കേസിലേക്ക് 2 ആഴ്ചയൊക്കെ എടുത്ത സിറ്റുവേഷൻസ് പല ഫോറത്തിലും കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ ഇപ്പോൾ രണ്ടാമത് പറഞ്ഞ പോലെ നിങ്ങൾ റീഫണ്ടാണ് റിക്വസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിന് മുമ്പായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് നിങ്ങൾ അതിനുശേഷം നടത്തിയ എന്തെങ്കിലും ട്രാൻസാക്ഷൻ സെറ്റിൽ ആകാനുണ്ടോ എന്ന് നോക്കുക. നമ്മൾ നോർമലി നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഒരു ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞാൽ അത് സെറ്റിൽ ആകാൻ ഒരു ടൈം എടുക്കും. നോർമലി 24 മണിക്കൂർ to 48 മണിക്കൂറൊക്കെയാണ് എടുക്കുന്നത്. സോ ആ ഒരു ട്രാൻസാക്ഷൻ സെറ്റിൽ ആകും വരെ വെയിറ്റ് ചെയ്യണം. കാരണം ആ ഒരു എമൗണ്ട് കൂടി അതിൽ അഡ്ജസ്റ്റ് ആകണം. അങ്ങനെ സെറ്റിൽ ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് റീഫണ്ട് റിക്വസ്റ്റ് കൊടുത്താൽ അത് പ്രോപ്പറായിട്ട് നമുക്ക് റിവേഴ്സ് ചെയ്ത് കിട്ടുകയുള്ളൂ. മറ്റൊന്ന് നിങ്ങളുടെ കാർഡിൽ നിങ്ങൾ EMI കൺവേർഷനായിട്ട് എന്തെങ്കിലും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് കൂടി നിങ്ങളൊന്ന് പരിശോധിക്കുക. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ EMI അത് കൺവേർട്ട് ആകുന്നതുവരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം മാത്രം റീഫണ്ടിനായിട്ട് റിക്വസ്റ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിലേ വന്നേക്കാം. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. സോ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെൻറ്റ് ചെയ്തപ്പോൾ അധികമായിട്ട് എമൗണ്ട് പേ ചെയ്തു എന്ന് കരുതി പാനിക് ആവേണ്ട കാര്യമൊന്നുമില്ല. ഒന്നെങ്കിൽ നിങ്ങളുടെ കാർഡ് ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ നടത്തി ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അധികമായിട്ട് പേ ചെയ്ത എമൗണ്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അവർ റീഫണ്ട് ആയിട്ട് നൽകും. ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി